ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് അല്പസമയം ദൈവമക്കളെ നിങ്ങളോടൊപ്പം ചേർന്ന് ചിന്തിക്കാൻ എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യമാണ്. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. മരിക്കുമ്പോൾ വേർപെട്ടു പോകുന്ന ആത്മാവ് വീണ്ടും ശരീരവുമായി ഒന്നിക്കുന്നതാണ് പുനരുത്ഥാനമെന്നത്. മനുഷ്യന് പുനരുത്ഥാനം നൽകുവാൻ, ജീവൻ വീണ്ടും നൽകുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. യേശു ദൈവമെന്ന നിലയിൽ അത് ഭൂമിയിൽ ചെയ്തു. യേശുവിൻ്റെ ഈ പ്രസ്താവന ലാസറിനെയും നയീനിലെ വിധവയുടെ മകനെയും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തനിക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞു. ലാസറിൻ്റെ മരണസമയം യേശു പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ ലാസറിൻ്റെ സഹോദരി കർത്താവിൻ്റെ വീണ്ടും വരവിലെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചത്. എന്നാൽ യേശു ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട് തൻ്റെ മേലുള്ള പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ ആ സമയം തന്നെ വെളിപ്പെടുത്തി കാണിച്ചു. മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച് നോക്കുവാൻ പോലും തുനിയാതെ നിന്നവർക്ക് ലാസറിൻ്റെ ഉയർപ്പിലൂടെ യേശുവിലെ പുനരുത്ഥാന ശക്തിയെ വിശ്വസിക്കാനിടയായി. യേശു ദൈവപുത്രനെന്ന് ശിഷ്യന്മാരും കൂടെയുള്ളവരും വിശ്വസിക്കുവാൻ മനുഷ്യൻ്റെ ജീവൻ്റെ മേൽ അധികാരമുള്ളവൻ ആണെന്ന് ഇത് ദൈവത്തിന് മാത്രമാണ് കഴിയുന്നതെന്നും യേശു അത് ചെയ്തുവെന്നും മരിച്ച ലാസറിന് ജീവൻ കൊടുത്തുകൊണ്ട് തൻ്റെ മേലുള്ള ദൈവിക ശക്തി, ജീവൻ്റെ മേലുള്ള അധികാരം അവിടെ പ്രസിദ്ധമാക്കി. പുനരുത്ഥാനം സകല മനുഷ്യർക്കും ഉണ്ട്. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം നയിച്ച ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മെ ന്യായം വിധിക്കപ്പെടുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ദൈവം പ്രതിഫലം കൊടുക്കുമെന്നും നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണ സമയം കല്ലറകൾ താനെ തുറക്കുകയും നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷരായി എന്നും നമുക്ക് കാണുവാൻ കഴിയും. മത്തായി എഴുതിയ സുവിശേഷം 27-ന്റെ 52 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. യേശു മരണത്തെ തോൽപ്പിച്ചു. തൻ്റെ മരണത്തോടുകൂടി അനേകം വിശുദ്ധന്മാർ പുനരുത്ഥാനം പ്രാപിച്ചു. ഇതിൽ നിന്നും മരണം നമ്മുടെ അവസാനമല്ല എന്ന് യേശു വ്യക്തമാക്കി. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മരണത്തിൻ്റെ നിത്യമായ പരാജയമായിരുന്നു. 1 കൊരിന്ത്യർ 15-52 നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. എത്ര വലിയ പ്രത്യാശ! ഇതായിരിക്കണം നമ്മുടെ പ്രത്യാശ. യേശു പുനരുത്ഥാനവും ജീവനുമാണെന്നുള്ള പ്രസ്താവന സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. യേശുവിനെ പുനരുദ്ധരിപ്പിക്കുന്നതിനും വീണ്ടും ജീവൻ നൽകുന്നതിനും മറ്റൊരാളിൻ്റെ ആവശ്യമില്ലായിരുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉള്ളവൻ ആകുമാറ് വരം നൽകിയിരുന്നു. യോഹന്നാൻ 5:26 അങ്ങനെയാണ് കാണുന്നത്. യേശുവിൻ്റെ മരണാടക്ക പുനരുത്ഥാനം ഈ ഭൂമിയിൽ നടന്നു. യേശു കല്ലറകളെ ഭേദിച്ച് 3-ാം നാൾ ഉയർത്തതുപോലെ അവൻ്റെ വീണ്ടും വരവിൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് എടുക്കപ്പെടുകയും ചെയ്യും. ആകയാൽ മരണം മനുഷ്യൻ്റെ അവസാനമല്ല. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ശാരീരിക മരണം ഒരു ദുഃഖ പര്യവസാനം അല്ല, പിന്നെയോ ദൈവവുമായുള്ള കൂട്ടായ്മയുടെയും സമൃദ്ധിയായ നിത്യജീവൻ്റെയും പ്രവേശന കവാടമാണത്. ലാസറിൻ്റെ സഹോദരിയോട് ലാസറിനെക്കുറിച്ച് യേശു പറയുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 11:26 കാണുന്നു. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. പുനരുത്ഥാനം ചെയ്ത വിശ്വാസി ഒരിക്കലും മരിക്കുകയില്ല. അവർക്ക് അമർത്യമായതും അദ്രവത്വമായതുമായ ഒരു പുതിയ ശരീരം ലഭിക്കുന്നു. ആ ശരീരം മരിക്കുകയോ ജീർണിക്കുകയോ ചെയ്യുന്നില്ല. ക്രിസ്തുവിൻ്റെ ശരീരം പോലെ തേജസ്കരിക്കപ്പെട്ട ശരീരം, നശിക്കാത്ത ശരീരം, ക്ഷയവും മരണവും ഇല്ലാത്ത ശരീരം, ശക്തിയുള്ള ശരീരം, രോഗത്തിനോ ബലഹീനതയ്ക്കോ വിധേയമല്ലാത്ത ശരീരം, ഭക്ഷിപ്പാനും കുടിപ്പാനും കഴിവുള്ള ഒരു ശരീരം. അതാണ് ദൈവം നമുക്ക് വീണ്ടും നൽകുന്നത്. യേശുവിൻ്റെ വീണ്ടും വരവ് നാളിൽ ജീവനോടിരിക്കുന്ന വിശ്വാസികൾ പുനരുത്ഥാനത്തിന് മുമ്പ് മരിച്ച വിശ്വാസികളെപ്പോലെ രൂപാന്തരം പ്രാപിക്കും.
മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവർക്ക് നൽകിയ അതേ ശരീരം ഇവർക്കും നൽകും. അവർ ഒരിക്കലും ശാരീരിക മരണം അനുഭവിക്കുകയില്ല. യേശു തൻ്റെ മരണശേഷം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, രൂപാന്തരം പ്രാപിച്ചു. ദൈവത്തിൻ്റെ അത്യന്ത ശക്തി യേശുവിലുണ്ടായിരുന്നതിനാൽ മറ്റൊരാളുടെ സഹായത്താൽ യേശുവിന് ഉയർക്കേണ്ടി വന്നില്ല. 3-ാം നാൾ തന്നെ കാവൽ കാത്ത പടയാളികൾ പോലും താൻ ഉയർത്തത് അറിഞ്ഞില്ല. ദൂതനെ കണ്ടിട്ട് അവർ മരിച്ചവരെ പോലെയായി. ഉയർത്ത കർത്താവിനെ കാവൽക്കാർ കണ്ടില്ല. മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ഉയർത്ത കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. അവളോട് ശിഷ്യന്മാരെ വിവരം അറിയിക്കുവാൻ പറഞ്ഞിട്ട് യേശു പിതാവിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ പോയിട്ട് അന്ന് തന്നെ രാത്രിയിൽ തിരികെ വന്ന് അനേകർക്ക് പ്രത്യക്ഷനായി. സ്വർഗത്തിൽ പോകാൻ ഉപയോഗിച്ച വാഹനം ഏതാണെന്നറിയുമോ? അവൻ അരൂപിയായി അദൃശ്യ മണ്ഡലങ്ങളിലും എവിടെയും യാത്ര ചെയ്യാം. ഉയർത്ത കർത്താവ് പിതാവിനെ പോലെ സർവ്വവ്യാപിയായി തുടർന്ന് 40 ദിവസം ഭൂമിയിൽ അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവനിൽ വിശ്വസിക്കുന്ന നാമം യേശുവിനെ പോലെ ആകും എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 16:21 മുതൽ 17:9 വരെയുള്ള ഭാഗങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ ക്രൂശ് മരണത്തോട് അടുക്കുന്ന ദിവസങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടപ്പാടിനെയും ക്രൂശ് മരണത്തെയും കുറിച്ച് പറഞ്ഞു. അതിനുശേഷം തൻ്റെ 3 ശിഷ്യന്മാരുമായി ഒരു ഉയർന്ന മലയിൽ പോയി. അവിടെ വെച്ച് അവൻ രൂപാന്തരപ്പെട്ടു. ദൈവ തേജസ് അവനിൽ പ്രകാശിച്ചു. മരിച്ചുപോയ മോശയും ഏലിയാവും അവനോട് സംസാരിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ രൂപാന്തരപ്പെട്ട യേശുവും മരിച്ച ശേഷം പുനരുത്ഥാനം പ്രാപിച്ച മോശയും ഏലിയാവും അവിടെ യേശുവിനോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശുവിനെ ബലപ്പെടുത്താൻ ദൈവം അയച്ച 2 പേർ. അവർ തേജസ്സിൽ പ്രത്യക്ഷനായി യെരുശലേമിൽ പ്രാപിക്കുവാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചതായിട്ട് ലൂക്കോസ് 9:31 വാക്യത്തിൽ വായിക്കുന്നു. ഇത് ശിഷ്യന്മാർ കേൾക്കുമ്പോൾ മേഘം അവരുടെ മേൽ മൂടിയിരുന്നു. മോശയും ഏലിയാവും അപ്രത്യക്ഷയാകുകയും ചെയ്തു. മേഘത്തിൽ നിന്ന് കേട്ട ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിനെന്നാണ്. ദൈവത്തിൻ്റെ ശബ്ദവും മോശയുടെയും ഏലിയാവിൻ്റെയും പ്രത്യക്ഷതയും തൻ്റെ തന്നെ രൂപാന്തരവും യേശുവിനെ മരണത്തിനായി ഒരുക്കി. ശിഷ്യന്മാരോട് പറയുന്നു, മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ ഈ ദർശനം നിങ്ങൾ ആരോടും പറയരുതെന്ന്. പ്രിയരെ, നാം മരിച്ചാലും ജീവിക്കും. നമുക്കായി ഒരു നിത്യത ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കും. ആയതിനാൽ നമ്മുടെ ഈ ശരീരങ്ങളെ നമ്മൾ സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കരുത്. സ്വയം മരിക്കരുത്. ആത്മഹത്യയ്ക്ക് ഒരുങ്ങരുത്. നമ്മൾക്കായിട്ടൊരു നിത്യത ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മരിച്ചാലും ജീവിക്കുന്നതായ ഒരവസ്ഥ, മരണമില്ലാത്ത, വേദനയില്ലാത്ത, പട്ടിണിയില്ലാത്ത, കഷ്ടതയില്ലാത്ത ഒരു ശരീരം, ഒരു ജീവിതം നമുക്കായിട്ട് ദൈവം നൽകിത്തരും. അതിനായിട്ട് നമുക്ക് വാഞ്ചയോടിരിക്കാം. നമ്മൾ രൂപാന്തരപ്പെടുന്നൊരു ദിവസമുണ്ട്, അതിനായിട്ട് കാത്തിരിക്കാം. ഈ ലോകത്തിലെ കഷ്ടത സാരമില്ല എന്ന് എണ്ണുവാൻ നമുക്കിടയാകണം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങളെ അതിനായിട്ട് ദൈവം ഒരുക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നും വിരമിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.